ഹലോ. എല്ലാവർക്കും പേരൻസ് ജർമ്മനിയിലോട്ടോ അല്ല യൂറോപ്പിലോ അമേരിക്കയിലോട്ടോ വരുമ്പോൾ ഭയങ്കര ടെൻഷൻ ഉണ്ടാവും അല്ലേ? ഇപ്പം എൻ്റെ ഫാദർ വരുവാണ് ബെർലിനിലോട്ട്. സന്തോഷമുണ്ട്, പക്ഷേ അതിൽ ഞങ്ങൾ സ്ട്രെസ്സിലാണ്. കാരണം ഫസ്റ്റ് ഇൻ്റർനാഷണൽ ഫ്ലൈറ്റാണ്. സോ ബെർലിനിലോട്ട് ഡയറക്റ്റ് ഫ്ലൈറ്റ് ഖത്തറിൽ നിന്ന് കയറണം. ഗേറ്റ് നമ്പറൊക്കെ പറഞ്ഞ് കയറി കഴിഞ്ഞ് കഴിഞ്ഞ് ബെർലിനിലോട്ട് എത്തുമ്പോൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അല്ലേ? അത് നമ്മുടെ അച്ഛനമ്മമാർക്ക് ജർമ്മനോ എന്താ ഇംഗ്ലീഷോ അറിയില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ എൻ്റെ ഡാഡി ഒറ്റയ്ക്കാണ് വരണത്. മമ്മി കഴിഞ്ഞ പ്രാവശ്യം വന്നു, പക്ഷേ ആളിങ്ങനെ ഇവിടെ എത്തി. ഭയങ്കര തമാശയായിരുന്നു, പക്ഷേ അതൊക്കെ നടന്നു. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് അത് ചെയ്യാൻ പറ്റിയാൽ. ഇപ്പം ഡാഡി വരുന്നു. ഇപ്പം ഡാഡിക്ക് കൂടിയുള്ള വീഡിയോ ആണ്. പിന്നെ കുറേ പേരെ പേരൻസ് വരുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഫ്ലൈറ്റ് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും ഇങ്ങോട്ട് ഓടണോ, അതുകൂടെ അത് പിന്നാലെ ഓടാം. അതുകൊണ്ട് പിന്നാലെ ഓടിയുമ്പോൾ ട്രാൻസ്ഫറിൻ്റെ അവിടേക്ക് ഒരിക്കലും പോകരുത്. പോകേണ്ടത് എമിഗ്രേഷൻ ഓഫീസറുടെ അടുത്തേക്കാണ്. അതായത് നിങ്ങൾ രാജ്യത്ത് വന്നിറങ്ങിയിട്ടുള്ളൂ, പുറത്തോട്ട് കിടക്കണമെങ്കിൽ കുറച്ചും കൂടിയും ഇതുകളൊക്കെ കുറച്ചും കൂടി പ്രോസസ്സുണ്ട്, കുറച്ചും കൂടിയും കടമകൾ കിടക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തിട്ടാണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം തന്നെ നിങ്ങൾ എമിഗ്രേഷൻ ഓഫീസറുടെ അടുത്ത് പോകണം. അയാളെ അലോ ചെയ്യണം. വിസ കിട്ടിയിട്ടുണ്ട്, എല്ലാ പേപ്പറും ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അയാളുടെ അടുത്ത് പോയിട്ട് ആദ്യം തന്നെ കാട്ടേണ്ടത് വിസയുള്ള പാസ്പോർട്ട് കാണിക്കുക. എന്നിട്ട് കാണിക്കുമ്പോൾ ചിലപ്പോൾ അവർ എവിടെയാണ് താമസിക്കാൻ പോണേന്ന് അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ മക്കൾ പേപ്പേഴ്സൊക്കെ റെഡിയാക്കി തന്നിട്ടുണ്ടായിരിക്കും. അതൊക്കെ ഒന്ന് പ്രിൻ്റ് ഔട്ട് എടുക്കുക. അതൊക്കെ ഒന്ന് കഫേ പോയി നാട്ടിൽ എവിടെയെങ്കിലും പോയിട്ട് അല്ലെങ്കിൽ വീട്ടിലോ പ്രിൻ്റ് ഔട്ട് എടുത്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരു ഫയലാക്കി കൈ പിടിക്കുക. പിന്നെ മക്കളൊക്കെ ഉണ്ടെങ്കിൽ അവരോട് പറയാം ഒന്ന് 3 ഭാഷകളിലാക്കിയിട്ട് അതൊന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് തരാൻ. ഇങ്ങനെ ഐ എം ഫ്ലൈയിങ് ടുവാർഡ്സ് ബെർലിൻ, ഐ ഗോണ വിസിറ്റ് മൈ സൺ, അങ്ങനെയൊക്കെയുള്ള ഇതിൽ. എന്നിട്ട് മലയാളത്തിൽ എഴുതുക അതിൻ്റെ താഴെ, ഞാൻ എൻ്റെ മകനെ വിസിറ്റ് ചെയ്യാൻ പോകുകയാണ്, ഞാൻ എൻ്റെ മകളെ വിസിറ്റ് ചെയ്യാൻ പോകുകയാണ്, അവർ ബെർലിനിലെ വെഡ്ഡിങ്ങിലാണ് താമസിക്കുന്നത്. അങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലുമൊക്കെ വിവരങ്ങൾ ഇനി മലയാളത്തിലും ഇംഗ്ലീഷും ജർമ്മനും 3 ലാംഗ്വേജിൽ എഴുതി അത്രയും നല്ലത്. അത് അപ്പോൾ അവർക്കതൊരു ഉപകാരമാവും. ഫസ്റ്റ് എന്നിട്ട് ഇമിഗ്രേഷൻ ഓഫീസറെ അടുത്ത് പോകുമ്പോൾ എല്ലാ പേപ്പറും കൂടി കൊണ്ടു കൊടുക്കരുത്. അപ്പോൾ അവർക്കത് ദേഷ്യം വരും. അതുകൊണ്ട് ആദ്യം തന്നെ പാസ്പോർട്ട് എടുത്ത് കൊടുക്കുക. പിന്നെ അവർ കൂടുതൽ ചോദിക്കുകയാണെങ്കിൽ ഒന്നും മനസ്സിലായില്ലെങ്കിൽ എല്ലാം ഇങ്ങോട്ട് എടുത്ത് കൊടുക്കുക. അപ്പോൾ അവർക്ക് മനസ്സിലാവും ഇത് ആദ്യമായിട്ട് ഇങ്ങോട്ട് കെട്ടിയെടുത്തിട്ടുള്ളതാണ്. സോ പേപ്പേഴ്സ് എല്ലാം കയ്യിലുണ്ട്. പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ആ പേപ്പറിൻ്റെ അടിയിൽ നിങ്ങളുടെ നമ്പറും പേരും വിലാസം എല്ലാം മലയാളത്തിലും ഇംഗ്ലീഷിലും ഡോയ്ച്ചിലും ഡോയ്ച്ച് എന്നാണല്ലോ പറയുന്നത്, ജർമ്മൻ. സോ അതിലും കൂടി എഴുതി കൊടുക്കുക. എന്നിട്ട് ആ പേപ്പർ കൊടുക്കുക. അപ്പോൾ അവർക്ക് മനസ്സിലാവും ഓക്കെ ഇയാൾ ആദ്യമായിട്ടാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങളുടെ ആൻമെൽദുങ്ങിൻ്റെ പേപ്പർ, അതായത് നമ്മൾ എവിടെയാണോ ജീവിക്കുന്നത് അതിന് അവിടെയുള്ള ടൗൺ ഹാളിൽ നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവും ഓഫീസുകളിൽ. ആ രജിസ്റ്റർ ചെയ്തതിൻ്റെ പേപ്പറും വിലാസവും എല്ലാം അടങ്ങിയ ഒരു പേപ്പറും പ്ലസ് നിങ്ങളുടെ ID കാർഡ്, പാസ്പോർട്ടിൻ്റെ കോപ്പി. ഇപ്പോൾ ജർമ്മൻ സിറ്റിസൺ ആണെങ്കിൽ നിങ്ങൾ ജർമ്മൻ സിറ്റിസൺഷിപ്പിൻ്റെ കോപ്പി അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ എടുത്ത് കാണിക്കുക. PR-ൻ്റെ കോപ്പി എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് കൊടുക്കുക. അപ്പൻ്റെ അമ്മയുടെ കയ്യിൽ കൊടുത്തിട്ടുണ്ടായിരിക്കണം. അപ്പോൾ അവർ കാണിക്കുമ്പോൾ അവർക്ക് മനസ്സിലാവും ഓക്കെ. പിന്നെ ഒരു വാചകം കൂടി എഴുതണം, എൻ്റെ സണ്ണിൻ്റെ പേര്, അതായത് എൻ്റെ മകൻ്റെ പേര് ഇന്നതാണ്, അവൻ്റെ നമ്പർ. എന്തെങ്കിലും കൂടുതൽ ഡൗട്ട് ഉണ്ടെങ്കിൽ പക്ഷെ അവനെ ഒന്ന് വിളിക്കുക. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് എമിഗ്രേഷൻ കഴിഞ്ഞ് അവർ സീലടിച്ച് ബൈ ചിരിച്ച് പറയുകയാണെങ്കിൽ അങ്ങോട്ട് പൊക്കോളം പറയും, ഇങ്ങനെ കാണിക്കും. അപ്പോൾ ആ ഗേറ്റ് കിടന്ന് ആ പെട്ടിക്കൂടിൻ്റെ ഉള്ളിൽ പോലീസുകാർ പോലെയുള്ള ആൾക്കാരായിരിക്കും, അല്ലെങ്കിൽ ഇമിഗ്രേഷൻ ഓഫീസർ ഇരിക്കുന്നുണ്ടാവും. അതിൻ്റെ അപ്പുറത്തെ കൂടെ പുറത്തോട്ട് പോവുക. എന്നിട്ട് പുറത്തോട്ട് പോയിട്ട് അപ്പുറത്തേക്ക് പോയിട്ട് അവിടെ ചെന്നിട്ട് എന്താ പറയാൻ വന്നത്, ഗെപ്പാക്ക് ഓഫ് കാബെ എന്നാണ് ഡോയ്ച്ചിൽ, അതായത് ജർമ്മനിൽ പറയുന്നത് ലഗേജ് ക്ലെയിംസിലേക്ക് പോകുമ്പോൾ ലഗേജ് എടുക്കാനാണ് ഇനി പോകേണ്ടത് അല്ലേ? ലഗേജ് എടുക്കാൻ പോകുമ്പോൾ നിങ്ങളുടെ ലഗേജിന്മേൽ എന്തെങ്കിലും ഒരു അടയാളം വെക്കുക, ഒരു റിബണെങ്കിലും കെട്ടുക.
ഒരു ചുമന്ന ബാഗ് എനിക്ക് മാത്രമല്ല ചുമന്നതെന്ന് ചിന്തിക്കാണ്ടിരിക്കുക. ഒരു 10-15 പേർക്കുണ്ടാവും ചുമന്ന ബാഗ്. അപ്പോൾ അതിങ്ങട് ഇങ്ങനെ ഒരു റെയിൽ പോലെ ഇങ്ങനെ വരുന്നുണ്ടാവും, ഇങ്ങനെ വട്ടനെ. അങ്ങനെ വരുമ്പോൾ വട്ടനെ ഇങ്ങനെ വരുന്ന ആ സ്ഥലത്ത് ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു വെറൈറ്റി റിബൺ നിങ്ങൾക്ക് പറ്റിയത് കെട്ടാൽ പേരും എഴുതുക. ഏറ്റവും നല്ലത്. എവിടേക്കാണ് പോകണത് ആ സ്ഥലത്തിൻ്റെ പേര് എഴുതാൻ പറ്റിയ അതും നല്ലത്. ടുവാർഡ്സ് ബെർലിൻ. അപ്പോൾ നമുക്ക് മനസ്സിലാവും കുറച്ച് നിങ്ങളുടെ ക്രിയേഷൻസ് ആ ബാഗും ഉണ്ടെങ്കിൽ അതാണ് എൻ്റെ ബാഗ്. ആ ബാഗ് എടുത്തിട്ട് പുറത്തോട്ട് ഞങ്ങളുടെ അടുത്തോട്ട് വരിക. ഞങ്ങൾക്ക് അപ്പോഴാണ് സമാധാനം ഉണ്ടാകുന്നത്. പിന്നെ എന്താ പറയുക, അതിൻ്റെ അവിടെ നിങ്ങളിങ്ങനെ പുറത്തോട്ട് വരുമ്പോൾ കസ്റ്റംസുകാർ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ടാവും. അവരെ കാണുമ്പോൾ പേടിച്ച പോലെ പോകരുത്. ഒരു പച്ച ഉള്ള വഴി ഉണ്ടാവും, ഒരു ചുമന്നുള്ള വഴി ഉണ്ടാവും. ചുമന്നുള്ള വഴി എന്തൊട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ടാക്സ് വെട്ടിപ്പുകാർ പിടിക്കാനുള്ള വഴിയും പ്ലസ് എന്തെങ്കിലും ക്ലെയിം ചെയ്യാനുണ്ടെങ്കിൽ ടാക്സ് ഇൻവോയ്സ് കാണിക്കാനുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള വഴി. പച്ച കളറടിച്ച വഴി കൂടെ വരികയാണെങ്കിൽ ഒന്നുമില്ല എന്നാണ് അർത്ഥം. പക്ഷെ എന്നാലും അവർക്ക് എന്തെങ്കിലും ഡൗട്ട് നോക്കിയാൽ നിങ്ങളുടെ മുഖഭാവത്ത് എന്തെങ്കിലും കള്ളത്തരം തോന്നിയാൽ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു കുറച്ചും കൂടി ജോലി എടുക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ അവർ പറയും, ഇങ്ങോട്ട് വന്നേ മകൻ, ബാഗിൽ എന്തൊക്കെയുണ്ടെന്ന് നോക്കട്ടെ എന്ന് പറയും. എന്നിട്ട് പിടിക്കും. എന്നിട്ട് എല്ലാം തപ്പി വയ്ക്കുമ്പോൾ മേടിക്കും. പറഞ്ഞാൽ മതി, എൻ്റെ മകൻ പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു കാർഡ് നമ്മൾ അടിച്ചു കൊടുത്തിട്ടുണ്ടല്ലോ, അതെടുത്ത് ഇങ്ങോട്ട് കാണിക്കുക. എന്നിട്ട് കാണിച്ചു കൊടുക്കുമ്പോൾ അവർ പറയും, ഓക്കെ, മകനെ വിളിക്കും. പിന്നെ എനിക്ക് കിട്ടാൻ പണി, ഞാൻ പൈസ അടയ്ക്കേണ്ടി വരും, വല്ല ഫൈൻ ഉണ്ടെങ്കിൽ, അത്ര തന്നെ. സോ എല്ലാ അച്ഛനമ്മമാരും ഇങ്ങനെയാണ് യാത്ര ചെയ്യേണ്ടത്. ഇവിടെ വന്നു കഴിയുമ്പോൾ അതിന് മുമ്പുള്ള യാത്രയുടെ കാര്യങ്ങൾ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർ ഇട്ടിട്ടുണ്ട്. യൂറോപ്പിലേക്കും അമേരിക്കയിലേക്കുള്ള കാര്യങ്ങൾ മലയാളത്തിൽ ആരും പറയണേ കേൾക്കാനില്ല. അതുകൊണ്ട് എൻ്റെ ഡാഡിക്ക് വേണ്ടിയിട്ട വീഡിയോ ഞാൻ എല്ലാവർക്കും വേണ്ടി ഇവിടെയും ഷെയർ ചെയ്യുന്നതാണ്.